നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇറാനിലെ പ്രക്ഷോഭവും അത് മുതലെടുക്കാനായുള്ള ട്രംപിന്റെ ഇടപെടലുകളുമാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കൽ നയവുമായാണ് ട്രംപ് ഇറാനിലെത്തിയിരിക്കുന്നത്. തികച്ചും സമാധാനപരമായി പോയ പ്രക്ഷോഭത്തെ ഇത്രയും വഷളാക്കിയത് ട്രംപാണ്. ട്രംപിന്റെ ആവശ്യമില്ലാത്ത ഇടപെടലിൽ ആകെ ഇപ്പോ വെട്ടിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ശക്തമായ താക്കീതുമായാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ തിരിച്ച് ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക ആകെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമ ഏഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിൽ നിന്നും ചില ഉദ്യോഗസ്ഥരോട് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ഒഴിഞ്ഞു പോകാൻ അമേരിക്കൻ സൈന്യം നിർദ്ദേശിച്ചിരുന്നു. അതായത് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ രക്ഷ നേടണം എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് ഈ ഒഴിഞ്ഞുപോക്കൽ നിർദ്ദേശം. എന്തായാലും സൈനികമായി ഇടപെടുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് എത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ ആക്രമണമുണ്ടായാൽ ഖത്തർ, സൗദി അറേബ്യ, UAE, തുർക്കി എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ അൽ ഉദൈദ് താവളത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഖത്തർ സർക്കാരും തങ്ങളുടെ പൗരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്ത് നടത്തിയ മുൻകരുതൽ നീക്കം മാത്രമാണ് ഇതെന്നാണ് US ഔദ്യോഗിക വിശദീകരണം. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അവരുടെ സകല താവളങ്ങളും ചാരമാക്കും എന്നാണ് ഇറാന്റെ സുപ്രീം കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ പക്കൽ കൃത്യതയോടെ ലക്ഷ്യം കാണാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടെന്നത് അയൽ രാജ്യങ്ങളെയും അമേരിക്കയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ US നാവികസേനയുടെ 5ാം കൽപ്പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും ഇറാന്റെ നിരീക്ഷണത്തിലാണ്. നിലവിൽ ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ ഏകദേശം 2000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തുമെന്ന പ്രചരണമുണ്ട്. എന്തായാലും പൗരന്മാരോട് എത്രയും വേഗം ഇറാൻ വിട്ടു പോകാനാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കണമെന്നും കിട്ടുന്ന വാഹനത്തിൽ ഇറാൻ വിടണമെന്നാണ് നിർദ്ദേശം. ഇറാനിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറും പരസ്യമാക്കി. ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാർ എത്രയും വേഗം പുറത്തു കടക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമല്ല. 2000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരെ സൈനിക നടപടി വൈകാതെ ഉണ്ടാകുമെന്ന അമേരിക്കയുടെ ഭീഷണി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ 3 രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്.